നമസ്കാരം. ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ദില്ലിയിലെത്തിയപ്പോൾ ഭാരത സർക്കാരിന് മുന്നിൽ വെച്ച പ്രധാന ആവശ്യം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകണമെന്നതാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഹസീനയെ തിരികെ ചോദിക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ ലക്ഷ്യം പുതിയ BNP സർക്കാരിന്റെ ആഭ്യന്തര രാഷ്ട്രീയ കരുത്ത് തെളിയിക്കൽ കൂടിയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീന വെറുമൊരു രാഷ്ട്രീയ നേതാവല്ല, ദശകങ്ങളോളം ഭാരതത്തിന്റെ വിശ്വസ്ത സുഹൃത്തായിരുന്ന ഭരണാധികാരി കൂടിയാണ്. നമ്മുടെ നാട്ടിൽ അഭയം തേടിയ ഒരു അതിഥിയെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ പേരിൽ വിട്ടുകൊടുക്കുന്നത് ഭാരതത്തിന്റെ പാരമ്പര്യമല്ല. അതിഥി ദേവോ ഭവ എന്ന സങ്കല്പം മുറുകെ പിടിക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശിലെ പുതിയ സർക്കാരുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കാത്ത തരത്തിൽ നിയമപരമായ വഴികളിലൂടെ മാത്രമേ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കൂ എന്ന നിലപാടിലാണ് മോദി സർക്കാർ. ഇത് ഭാരതത്തിന്റെ നയതന്ത്ര പക്വതയുടെ അടയാളം കൂടിയാണ്. ബംഗ്ലാദേശിലെ ഭരണമാറ്റം ഏറ്റവും കൂടുതൽ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ചൈനയാണ്. ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിലൂടെ ബംഗ്ലാദേശിനെ കടക്കെണിയിലാക്കി ഭാരതത്തിനെതിരെ ഒരു സുരക്ഷാ ഭീഷണി ഉയർത്താനാണ് ചൈനയുടെ നീക്കം. ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുമ്പോൾ ഭാരതം അവിടെ പ്രയോഗിക്കുന്നത് സാമ്പത്തിക നയതന്ത്രമാണ്. ബംഗ്ലാദേശിന് ആവശ്യമായ ഡീസലും വൈദ്യുതിയും നൽകുന്നത് ഭാരതമാണ്. ചൈന നൽകുന്ന വായ്പകളെക്കാൾ ബംഗ്ലാദേശിലെ സാധാരണക്കാരന്റെ ജീവിതത്തിന് ആവശ്യം ഭാരതത്തിൽ നിന്നുള്ള അവശ്യ വസ്തുക്കളാണെന്ന് മോദി സർക്കാർ ഉറപ്പാക്കുന്നു. ചൈനയുടെ പണക്കൊഴുപ്പിനേക്കാൾ ഭാരതത്തിന്റെ സഹായത്തിനാണ് ജനങ്ങൾക്കിടയിൽ മുൻഗണന ലഭിക്കുന്നത്. ഇറാൻ വിഷയത്തിൽ ഇടപെട്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ പാകിസ്ഥാൻ ബംഗ്ലാദേശിലെ പുതിയ സാഹചര്യത്തെ ഭാരതത്തിനെതിരെ ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. പാകിസ്ഥാനിലെ ലാൻഡ് ലൈൻ വിമാന സർവീസുകൾ പുനരാരംഭിച്ചതും മറ്റും ഇതിന്റെ സൂചനയാണ്. ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കിവിട്ട് ഭാരതത്തെ ഒറ്റപ്പെടുത്താനാണ് അവരുടെ നീക്കം. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഈ അവിശുദ്ധ സഖ്യം ഇന്ത്യ ചതിക്കാൻ ശ്രമിച്ചാൽ അത് നേരിടാൻ സജ്ജമായ അതിശക്തമായ രഹസ്യാന്വേഷണ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ ഭാരതത്തിനുള്ളത്. ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന മുദ്രാവാക്യവുമായി താരിഖ് റഹ്മാൻ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും ഭാരതത്തെ പിണക്കി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ലെന്നത് വ്യക്തമാണ്. ഇന്ത്യയിലേക്കുള്ള മെഡിക്കൽ വിസ ഇളവുകളും മറ്റും ബംഗ്ലാദേശ് പൗരന്മാർക്ക് അത്യാവശ്യമാണ്. ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിച്ചാൽ വിതരണ ശൃംഖലകൾ തടയുന്നതിലൂടെ ബംഗ്ലാദേശിന്റെ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കാനുള്ള ശേഷി ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഹസീനയെ വിട്ടു നൽകിയില്ല എങ്കിലും ഭാരതത്തിന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ അവർ നിർബന്ധിതരാകും. ഭാരതം സ്വീകരിക്കുന്നത് ഏറ്റവും ഉചിതമായ നിലപാട് തന്നെയാണ്. ഒരു അയൽ രാജ്യം എന്ന നിലയിൽ ബംഗ്ലാദേശിനെ സഹായിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നമ്മുടെ മണ്ണിൽ വന്നവർക്ക് സംരക്ഷണം നൽകുക എന്ന ധർമ്മം പാലിക്കുമ്പോൾ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അനുസൃതമായി നീങ്ങുന്നതിലൂടെ ഭാരതം ലോകത്തിന്റെ മാതൃകയാവുകയാണ്. ചൈനയുടെയും പാകിസ്ഥാന്റെയും കുതന്ത്രങ്ങളെ തിരിച്ചറിയാൻ ശേഷിയുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിലുള്ളപ്പോൾ ഭാരതത്തെ ആർക്കും ചതിക്കാൻ കഴിയില്ല. ഹസീനയെ വിട്ടു നൽകണമെന്ന ആവശ്യം ഒരു സമ്മർദ്ദ തന്ത്രമായി ബംഗ്ലാദേശ് സർക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭാരതത്തിന്റെ തന്ത്രപരമായ കരുത്തിനു മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വരും. പാകിസ്ഥാനോ ചൈനയോ നടത്തുന്ന ഒരു നീക്കവും ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കാത്ത തരത്തിൽ സർക്കാർ ജാഗ്രത പാലിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ഭാരതം സ്വീകരിക്കുന്ന നിലപാട് ദീർഘവീക്ഷണമുള്ള ഒരു നയതന്ത്ര തന്ത്രമാണ്. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം നിയമപരമായി നേരിടുമ്പോൾ തന്നെ ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന അതിഥി ദേവോ ഭവ എന്ന മഹത്തായ ഭാരതീയ പാരമ്പര്യമാണ് ഇവിടെ നിലകൊള്ളുന്നത്. നമ്മെ വിശ്വസിച്ചെത്തിയ ഒരാളെ അയൽ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയുടെ പേരിൽ കൈയൊഴിയുന്നത് ഭാരതത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല. എന്നാൽ ഇതിനിടയിൽ ചൈനയും പാകിസ്ഥാനും ചേർന്ന് ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നു എന്നത് ഗൗരവകരമായ കുറ്റവുമാണ്. ചൈന പണം നൽകിയും പാകിസ്ഥാൻ വർഗീയതയും ഇന്ത്യ വിരുദ്ധതയും പടർത്തിയും ബംഗ്ലാദേശിനെ തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കാൻ നോക്കുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ അവിടെ പ്രയോഗിക്കുന്നത് അനിവാര്യതയുടെ രാഷ്ട്രീയം മാത്രമാണ്. ബംഗ്ലാദേശിന്റെ നിത്യജീവിതത്തിന് ആവശ്യമായ എണ്ണയും വൈദ്യുതിയും മുടക്കം കൂടാതെ എത്തിക്കുന്നത് ഭാരതമാണ്. അതുകൊണ്ട് തന്നെ എത്രയൊക്കെ കുതന്ത്രങ്ങൾ ചൈനയും പാകിസ്ഥാനും മെനഞ്ഞാലും ഭാരതത്തെ പിണക്കി മുന്നോട്ട് പോകാൻ ബംഗ്ലാദേശിന് സാധിക്കില്ല. ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് കൂട്ടുനിൽക്കുന്നത് സ്വന്തം രാജ്യത്തിന്റെ നാശത്തിലേക്കാണെന്നത് ബംഗ്ലാദേശും തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ അയൽ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന ഭാരതത്തിന്റെ ഈ വലിയ മനസ്സ് ലോക നയതന്ത്ര വേദിയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചതിയുടെ പാത തിരഞ്ഞെടുത്തവർക്ക് മുന്നിൽ ഭാരതം ഉയർത്തുന്നത് സഹായത്തിന്റെയും എന്നാൽ ഒപ്പം ഒട്ടും വിട്ടുവീഴ്ചയുമില്ലാത്ത സുരക്ഷയുടെയും കോട്ടയാണ്. ഈ ഉറച്ച നേതൃത്വത്തിന് കീഴിൽ ഭാരതത്തെ വഞ്ചിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. BJP സർക്കാർ അധികാരമേറ്റ ശേഷം ഭാരതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം ഭാരതം ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നത് തന്നെയാണ്. ഹസീനയുടെ കാര്യത്തിലും ഇതേ ഉറച്ച നിലപാട് തന്നെയാണ് രാജ്യം സ്വീകരിക്കുന്നത്. ഇതിനെ നിയമപരമായി നേരിടുമെന്ന് പറയുമ്പോഴും ഭാരതത്തിന്റെ മണ്ണിൽ ഒരു സുരക്ഷിത
പരിചാരകനായിരിക്കുമെന്ന സന്ദേശമാണ് മോദി സർക്കാർ നൽകുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ഘട്ടം ഒരു അയൽപക്ക ബന്ധം എന്നതിലുപരി ആഗോള രാഷ്ട്രീയത്തിലെ ഭാരതത്തിന്റെ സ്വാധീനം അളക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്ന ആവശ്യം ഉയരുമ്പോൾ ഭാരതം അവിടെ പ്രയോഗിക്കുന്നത് വളരെ സൂക്ഷ്മമായ ഒരു ബാലൻസിംഗ് ആക്ട് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ ഭാരതത്തിന്റെ കിഴക്കൻ അതിർത്തികളിൽ അസ്ഥിരതയുണ്ടാക്കാൻ പാകിസ്ഥാനും ചൈനയും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് മോദി സർക്കാർ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ചൈന തങ്ങളുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് നയത്തിന്റെ ഭാഗമായി ബംഗ്ലാദേശിലെ തുറമുഖങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും വൻതോതിൽ നിക്ഷേപം നടത്തി ഭാരതത്തെ വളയാൻ ശ്രമിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഭാരതം ഉപയോഗിക്കുന്നത് സാമ്പത്തിക പരമാധികാരം എന്ന തന്ത്രമാണ്. ബംഗ്ലാദേശിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങളും ഔഷധങ്ങളും വൻതോതിൽ നൽകുന്നത് ഭാരതമാണ്. ചൈനയുടെയും കടക്കണിയിലായ ശ്രീലങ്കയുടെയും പാകിസ്ഥാന്റെയും അവസ്ഥ കണ്ടു പഠിച്ച ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തിന് ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് നന്നായി അറിയാം. പാകിസ്ഥാൻ ഈ അവസരത്തിൽ ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചേക്കാം എന്നത് അതീവ ഗൗരവകരമാണ്. ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ അവർ നടത്തിയ ചില നീക്കങ്ങൾ പോലെ ബംഗ്ലാദേശിലെ വികാരങ്ങളെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിട്ട് വടക്ക് കിഴക്കൻ അതിർത്തിയിൽ അശാന്തി പടർത്താൻ അവർ ഗൂഢാലോചന നടത്തുന്നുണ്ടാകാം. എന്നാൽ ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ സജ്ജമായ അതിശക്തമായ രഹസ്യാന്വേഷണ ശൃംഖലയാണ് ഇന്ന് ഭാരതത്തിനുള്ളത്. BJP സർക്കാരിന്റെ കീഴിൽ ഇന്ത്യ കൈവരിച്ച സൈനികവും നയതന്ത്രപരവുമായ കരുത്ത് ഏതൊരു ചതിയെയും മുളയിലേ നുള്ളാൻ ശേഷിയുള്ളതാണ്. ഭാരതം ഉയർത്തിപ്പിടിച്ച ഈ നീതിനിഷ്ഠമായ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നതാണ്. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകുന്ന കാര്യത്തിൽ ഇന്ത്യ എടുക്കുന്ന ഏത് തീരുമാനവും അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും. ഭാരതത്തെ ചതിക്കാൻ കൂട്ടുനിൽക്കുന്നവർക്ക് ലഭിക്കുന്ന തിരിച്ചടി ലളിതമായിരിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം ഇതിനകം തന്നെ ഡൽഹിയിൽ നിന്ന് ധാക്കയിലേക്ക് കൈമാറിക്കഴിഞ്ഞു. വിദേശ ശക്തികളുടെ ചട്ടുകമായി മാറാതെ ഭാരതത്തിന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ബംഗ്ലാദേശിന്റെ ഭാവിക്ക് നല്ലത്. ചതിയുടെ പാത തിരഞ്ഞെടുക്കുന്നവർക്ക് മുന്നിൽ ഭാരതം എന്ന ഒരു അതിശക്തമായ മതിൽക്കെട്ടായി നിലകൊള്ളും. മോദി സർക്കാരിന്റെ ഈ ഇച്ഛാശക്തിയാണ് ഏതൊരു അയൽപ്പക്ക വിപ്ലവത്തെയും ഇന്ത്യയുടെ വിജയമാക്കി മാറ്റുന്നത്. ഈ സാഹചര്യത്തെ ഇന്ത്യക്കെതിരായ ആയുധമാക്കാൻ ചൈനയും പാകിസ്ഥാനും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്നത് നാം കാണാതെ പോകരുത്. ചൈനയും തങ്ങളുടെ ഡെപ്റ്റ് ട്രാപ്പ് നയത്തിലൂടെ ബംഗ്ലാദേശിനെ വരുതിയിലാക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ അവിടെ ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കിവിടാൻ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ നേതൃത്വം ഇത്തരം കുതന്ത്രങ്ങളെ മുൻകൂട്ടി കാണാൻ ശേഷിയുള്ളതാണ്. ബംഗ്ലാദേശിന്റെ ഊർജ്ജ കാർഷിക മേഖലയിൽ ഭാരതത്തെ എത്രത്തോളം ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് മോദി സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള സഹായം നിലച്ചാൽ ബംഗ്ലാദേശ് നിശ്ചലമാകും. ഈ ഡിപ്പെൻഡൻസി അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധം. പാകിസ്ഥാനോ ചൈനയ്ക്കോ ഇതിനു പകരമായി ഒന്നും നൽകാൻ കഴിയില്ല. ഭാരതം സ്വീകരിക്കുന്ന ഈ നിലപാട് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വലിയ സഹോദരന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് കൂടിയാണ്. അയൽ രാജ്യങ്ങൾ ചതിയുടെ പാത സ്വീകരിച്ചാൽ അവർക്ക് ലഭിക്കുന്ന തിരിച്ചടി എത്രത്തോളം വലുതായിരിക്കും എന്നതിന്റെ സൂചനകൾ വിസ നടപടികളിലെ നിയന്ത്രണങ്ങളിലൂടെയും മറ്റും ഇന്ത്യ ഇതിനോടകം നൽകിക്കഴിഞ്ഞു. പാകിസ്ഥാൻ എത്ര തന്നെ ശ്രമിച്ചാലും ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് ഇന്ത്യയോടുള്ള സാമ്പത്തികവും സാംസ്കാരികവുമായ കടപ്പാട് ഇല്ലാതാക്കാൻ കഴിയില്ല. ഇന്ത്യ വിരുദ്ധ ശക്തികളെ സഹായിക്കുന്നവർ സ്വന്തം കാലിനടിയിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നതെന്ന് തിരിച്ചറിയണം. സമാധാനവും സഹകരണവും ആഗ്രഹിക്കുന്നവർക്ക് ഭാരതം എന്ന് ഒരു ഉറ്റ സുഹൃത്തായിരിക്കും. എന്നാൽ ചതിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുൻപിൽ ഭാരതം ഒരു തകർക്കാനാകാത്ത കോട്ടയായി നിലകൊള്ളും. ഈ കരുത്തുറ്റ വിദേശ നയം തന്നെയാണ് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.